പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹഭാചനങ്ങളെ ഒരിക്കൽ കൂടി സനാതന സുവിശേഷത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ വിശ്വാസത്തിൽ ജീവിക്കുവാൻ അധ്വാനിക്കുന്നവരാണെന്ന് വിശ്വസിക്കുകയാണ്. കാരണം ഈ കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കണം. നമ്മൾ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിലൊരു ഭാഗം വായിച്ചു തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. 1 തിമോത്തി 6:11-12 വചനം. എന്നാൽ ദൈവിക മനുഷ്യനായ നീ ഇവയിൽ നിന്ന് ഓടിയകലണം. നീതി, ദൈവഭക്തി, വിശ്വാസം, സ്നേഹം, സ്ഥിരത, സൗമ്യത എന്നിവയെ ഉന്നം വയ്ക്കുക. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ലക്ഷ്യം വെക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, നമ്മൾ എന്തിൻ്റെ പുറകെയാണ് ഓടുന്നത്? ഇതൊക്കെയാണ് സനാതന സുവിശേഷം. നിങ്ങൾ കേൾക്കുമ്പോൾ ആത്മശോധന ചെയ്യുക. നമ്മൾ എന്തിൻ്റെ പുറകെ ഓടുന്നത് അല്ലേ? ഈ ലോകത്തിൻ്റെ മാസ്മരികത പുറകെ ഓടി നശിച്ചു പോകരുത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഓടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നീ ഇവയിൽ നിന്ന് ഓടി അകലണം. ചില കാര്യങ്ങളിൽ നിന്ന് ഓടി അകലണം. എന്താ ഞാൻ പുറകെ പറയാം. എന്നിട്ട് നമ്മൾ ഏതിൻ്റെ പുറകെ പോകണം? നീതി, ദൈവഭക്തി, വിശ്വാസം, സ്നേഹം, സ്ഥിരത, സൗമ്യത എന്നിവ വയ്ക്കുക. വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. ഇതിലേക്കാണല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അനേകം സാക്ഷികളുടെ മുൻപാകെ നീ ഇത് ദൃഢമായി ഏറ്റു പറഞ്ഞിട്ടുള്ളതാണ്. പൗലോസ്ലീഹ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനോട്, തിമോത്തിയോസിനോട് പറയുന്നതാണ്. അതുകൊണ്ട് നമ്മൾ വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നടത്തണം. ഈ കാലഘട്ടങ്ങളിൽ വിശ്വാസം വളരെയധികം വെല്ലുവിളിക്കപ്പെടുന്നൊരു കാലഘട്ടത്തിലാണ്. അപ്പോൾ നല്ലൊരു പോരാട്ടം നടത്തണം. ഇതാണ് നമ്മുടെ അധ്വാനം. ഓക്കെ, നമ്മൾ ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കണ്ട. നമ്മൾ നിത്യജീവിതത്തിന് വേണ്ടിയിട്ടാണ് അധ്വാനിക്കുക. നിത്യജീവനം അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആത്മരക്ഷ നിലനിർത്താൻ വേണ്ടി നമ്മൾ മുമ്പ് ഏത് കാലഘട്ടത്തേക്കാൾ കൂടുതൽ കഠിനമായി പ്രയത്നിക്കേണ്ടതുണ്ട്. അപ്പോൾ അതാണ് ഈ നമ്മൾ മനസ്സിലാക്കണം. മത്തായി 6:33 പറയുന്നത്, നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക. എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യുമെന്ന്, നിങ്ങളുടെ ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന്, നിങ്ങളുടെ വസ്ത്രത്തെക്കുറിച്ചോ ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ആകുലപ്പെടേണ്ട മക്കളെ. നിന്റെ സ്വർഗസ്ഥനായ അപ്പൻ അറിയാം നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണ്. പക്ഷെ നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അപ്പൊ ഈ രാജ്യവും നീതി അന്വേഷിക്കുന്നതിന്റെ ഭാഗമാണ് നിന്റെ ആത്മരക്ഷ, നിന്റെ ചുറ്റുപാടുള്ള മനുഷ്യരുടെ ആത്മരക്ഷ, നീ ജോലിക്ക് വന്ന പ്രസ്ഥാനത്തിലെ ആത്മരക്ഷ, നീ ശുശ്രൂഷിക്കുന്ന മേഖലയിലെ ആത്മാക്കളുടെ രക്ഷ. ഇതിനെക്കുറിച്ച് നിനക്ക് വല്ല ബോധറേഷൻ ഉണ്ടോ? ഇന്ന് ആത്മാക്കൾ അനുദിനം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടും ആയിരങ്ങൾ, പതിനായിരങ്ങൾ പാപത്തിൽ വീണ് നശിച്ച് അതിൽ രക്ഷപ്പെടാൻ പറ്റാതെ അതിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ നമ്മുടെ ചുറ്റുപാട് നിന്നിട്ട് നമ്മളിങ്ങനെ ഭക്തിയും കൊണ്ട് നടക്കരുത് പ്രിയമുള്ളവരെ. നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി കഠിനമായി പ്രയത്നിക്കണം, പ്രാർത്ഥിക്കണം. അതുകൊണ്ട് പൗലോസ്ലീഹ പറയാണ്, വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. നമ്മളെ നിത്യജീവൻ, അതാണ് നമ്മുടെ ലക്ഷ്യം. ഇതൊരിക്കലും മറന്നു പോകരുത്. ഇത് വിട്ടിട്ടൊരു പരിപാടിയിലേക്ക് പോകരുത്. പ്രലോഭനങ്ങൾ ഉണ്ടാവും. പണം, സമ്പത്ത്, സുഖസൗകര്യങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ നേടി ഈ ലോകത്ത് സുഖമായിട്ട് ജീവിക്കുക എന്നുള്ളൊരു വലിയ പ്രലോഭനം. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ there are so many people, so many celebrities ലോകത്തിലുണ്ട്. പിശാച് പറഞ്ഞു വിടുന്നതാണ്. പിശാചുമായിട്ട് കരാറൊപ്പിട്ടവരാണ് ഇവർ. അതിൻ്റെ അകത്ത് അവന് വേണ്ടി ജീവിച്ചോളാം, അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊള്ളാം, അവൻ്റെ എല്ലാ ആഡംബരങ്ങളെയും ലോകത്തിൽ ഞാൻ കാണിച്ചു കൊള്ളാം എന്ന് പറഞ്ഞൊരു സമൂഹം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ അട്രാക്റ്റഡ് ആകരുത്. നമ്മുടെ മക്കളൊക്കെ എന്തിൻ്റെ പുറകെയാണ് ഓടുന്നത്, അതിനോടൊക്കെ ക്ലാരിറ്റി കൊടുക്കുക. മക്കളെ ഇതിൻ്റെ പുറകെ ഇതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കരുതെന്ന് പറയാനുള്ളതാണ്. ഒരു ധൈര്യവും ചങ്കൂറ്റൊക്കെ നമുക്കുണ്ടാകണം. അപ്പം നമ്മൾ വിശ്വാസത്തിന് നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. ഇതിലേക്കാണല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അനേകം സാക്ഷികളുടെ മുൻപാകെ നീ ദൃഢമായത് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ പറയണം. നമ്മൾ ഇതിനെക്കുറിച്ച് ഘോരഘോരമായിട്ട് പ്രഘോഷിക്കണം. നിന്നെക്കുറിച്ച്, നിന്റെ പ്രബോധനത്തെക്കുറിച്ചും ശ്രദ്ധിക്കുക, അവയിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്യുന്നത് വഴി നീ നിന്നെ തന്നെ നിന്റെ ശ്രോതാക്കളെയും രക്ഷിക്കും. ഓക്കെ, ഈ കാലഘട്ടത്തിൽ പലവിധ പ്രബോധനങ്ങളുണ്ട്. ഇപ്പോഴും നമ്മൾ ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി യേശുവിൻ്റെ പുറകെ നടക്കുന്ന പ്രബോധനങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വേദനിക്കുന്നുണ്ട്, എനിക്കറിയാം. പക്ഷേ പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്തരം പ്രബോധനങ്ങൾ നമ്മളെ വലിയ നാശത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നമ്മളെ പ്രബോധന വിഷയം എന്തായാലും നമ്മളെ വിശ്വാസത്തിന് നല്ല പോരാട്ടം നടക്കുക, നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. ഇതിലേക്കാണ് നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. 13-ാമത്തെ വചനം, 1 തിമോത്തി 6:13, എല്ലാറ്റിനും ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെയും
പന്തിയോസ് പീലാത്തോസിന്റെ മുമ്പിൽ സത്യത്തിന് സാക്ഷ്യം നൽകിയ യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, കർത്താവ് യേശു പ്രത്യക്ഷപ്പെടുന്നത് വരെ പ്രമാണങ്ങളെല്ലാം നിഷ്കളങ്കമായും അന്യൂനമായും നീ കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ വരവിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ നിത്യജീവനിലേക്കുള്ള വഴി എന്താണ്? നിത്യജീവനിലേക്കുള്ള വഴി വെറുതെ ഇങ്ങനെ യേശു എനിക്ക് വേണ്ടി മരിച്ചു, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറി, ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞത് അതല്ല. അതിനുവേണ്ടി നമ്മൾ വളരെയധികം അധ്വാനിക്കേണ്ടിയിരിക്കുന്നു. പ്രമാണങ്ങൾ പാലിക്കണം. ഏത് പ്രമാണങ്ങള്? പുതിയ നിയമപ്രമാണങ്ങൾ, ദ ഗോൾഡൻ ലോ. യേശു പഠിപ്പിച്ച ശത്രുവിനെ സ്നേഹിക്കുക, അധിക്ഷേപിക്കുന്നവന് പ്രാർത്ഥിക്കുക, ഒരു ചെകിട്ടത്തടിക്കുന്നവന് മറ്റേ ചെകിട് കാണിച്ചു കൊടുക്കുക, നിന്നെ ദ്രോഹിക്കുന്നവന് നന്മ ചെയ്യുക, ശപിക്കുന്നവനെ അനുഗ്രഹിക്കുക, നിന്റെ മേലങ്കെടുക്കുന്നതിന് പുറകുപ്പായ ഊരിക്കൊടുക്കുക, നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക. മറ്റുള്ളവർ നിനക്ക് എന്ത് ചെയ്തതെന്ന് നീ ആഗ്രഹിക്കുന്നത് നീ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ വായ്പ കൊടുക്കുക, തിരിച്ചു പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക. 10 ഗോൾഡൻ ലോ ഓഫ് എ വണ്ടർഫുൾ ലോർഡ്. ദൈവരാജ്യത്തിൻ്റെ നിത്യജീവിതത്തിലേക്കുള്ള നീതിയാണ് കേട്ടോ. ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ നീതി എന്ന് പറയുന്നത്. ഈ നീതി ലോകത്തിന് വിരുദ്ധമായ നീതിയാണ്. ഇന്ന് തല്ലുന്നവനെ തല്ലുക. നമ്മൾ ഇസ്രായേൽ ജനത്തിനെ കാണുന്നത്, ഇസ്രായേൽ എന്തെങ്കിലും അടിച്ചുകൊണ്ടിരിക്കണം, അവനിപ്പോഴും പല്ലിന് പല്ല് കണ്ണിന് കണ്ണെന്ന നീതിയിൽ ജീവിക്കുന്നവരാണ്. നമ്മൾ അതല്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എല്ലാ സംവിധാനങ്ങളും അന്ത്യകാലഘട്ടത്തിൽ കൃത്യമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളതിൻ്റെ മുകളിലേക്ക് കയറണം. ഈ തല്ലി നമ്മൾ വിജയിക്കത്തില്ല. അതുകൊണ്ടാണ് അവസാനം വചനം പറയുന്നുണ്ട്, സക്രിയയുടെ പുസ്തകത്തിൽ അവസാനം എല്ലാവരും കൂടി ഇസ്രായേലിനെ എടുത്തിട്ട് പൂട്ടും. അങ്ങനെ ഒരു ദിവസം വരാൻ പോവാണ്. അന്നാണ് അവർ വിളിക്കുന്നത്, കർത്താവേ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ യേശു വാനമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടും. കാരണം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമാണ്. ദൈവം അവരെ ഉപേക്ഷിക്കത്തില്ല. അപ്പം അങ്ങനെയാണ് യേശുവിൻ്റെ രണ്ടാമത്തെ വരാൻ പോകുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ എല്ലാം ഒരുക്കം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം ഭാരമേറിയൊരു കല്ലാണ് ഇസ്രായേൽ. എല്ലാവർക്കും അവനൊരു ഭാരമാണ്. അപ്പോൾ കാരണം അവനിങ്ങനെ കുതിച്ച് ചാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവന് അതൊരു അവസാന കാലഘട്ടത്തിലെ ഒരു അവസ്ഥയാണ്. അത്തി തളർക്കുന്ന കാലഘട്ടം. അത്തി തളർക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ബലം പ്രാപിക്കുന്ന ഒരു രാജ്യമായ, ഒരു രാഷ്ട്രമായ ലോകത്തിന് മുമ്പിൽ അവൻ ഇങ്ങനെ സടകുടഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടം വരുന്നു. അവൻ ഉണർന്നു കഴിഞ്ഞാൽ തടുത്തുകൊള്ളുക, അന്തിക്രിസ്തു വരാൻ സമയമായി. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ അടയാളങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ അവർക്ക് എന്ത് വേണം? നമ്മളോട് കർത്താവ് വചനം പറയാണ്, നീ വിശ്വാസം നല്ല പോരാട്ടം നടത്തണം. കർത്താവ് യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് വരെ പ്രമാണങ്ങളെല്ലാം നിഷ്കളങ്കമായും അന്യൂനമായും നീ കാത്തു സൂക്ഷിക്കണം. വാഴ്ത്തപ്പെട്ടവനും ഏക പരമാധികാരിയും രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവായ ദൈവം യഥാകാലം ഇത് വെളിപ്പെടുത്തി തരും. ഓക്കെ, we have to work hard. കാരണം ഈ 10 കൽപ്പനകൾ യേശു തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന 10 കൽപ്പന പഴയ നിയമത്തിലെ 10 കൽപ്പനയല്ല കേട്ടോ. ആ 10 കൽപ്പന പാലിക്കുന്ന അനേക ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, അനേകം നല്ല മനുഷ്യർ, നിരീശ്വരവാദികളുണ്ട്. പക്ഷെ ഈ 10 കൽപ്പന പാലിക്കണമെങ്കിൽ നിനക്ക് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് മാത്രമേ പറ്റത്തുള്ളൂ. അത് പരിശുദ്ധാത്മന് ശക്തിയുള്ളവന് മാത്രമേ അത് പറ്റത്തുള്ളൂ. ഈ പരിശുദ്ധാത്മൻ ആർക്കേ കിട്ടുകയുള്ളൂ? അത് യേശുവിൽ വിശ്വസിക്കും. ഇത് സ്നേഹത്തിൻ്റെ കൽപ്പനയാണ്, ഇത് കാരുണ്യത്തിൻ്റെ കൽപ്പനയാണ്. ഇതാണ് ദൈവത്തിൻ്റെ സ്വഭാവം. ഈ സ്വഭാവമായിരിക്കണം ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവ മക്കൾക്കുണ്ടാകേണ്ടത്. അങ്ങനെ ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞ കുറേ മക്കളെ നമ്മൾ രൂപപ്പെടുത്തണം. ഓക്കെ, അങ്ങനെ മാത്രമേ ഈ ലോകം നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ ഈ ലോകത്തിൽ നിന്ന് തിന്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാവരും ഹൃദയത്തിലേക്ക് ഈ ലോകത്തിൻ്റെ മലിനത കയറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നല്ലൊരു യുദ്ധം നടത്തണം, നല്ലൊരു പോരാട്ടം നടത്തിയാൽ മാത്രമേ നമുക്ക് ഇതിനെ എതിർത്ത് നിൽക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ദൈവിക മനുഷ്യനായ നീ ഇവയിൽ നിന്നെല്ലാം ഏതിൽ നിന്നാണ് ഓടി അകലേണ്ടത്? ഇന്നത്തെ കാലഘട്ടത്തിലെ വലിയൊരു തിന്മയെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ലോകം, നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പണ്ട് ഏദൻ തോട്ടത്തിൽ ആദത്തെ ഹവ്വയും പറ്റിച്ച അതേ അരൂപി അല്ലേ ഇന്ന് സൃഷ്ടപ്രപഞ്ചം. അന്ന് മനുഷ്യരുടെ മുമ്പിൽ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഇന്ന് സൃഷ്ടവസ്തുക്കൾ, മനുഷ്യർ തന്നെ ഈ പിശാചിൻ്റെ ആഡംബരങ്ങൾ, ഈ എക്സ്ട്രാ ഓർഡിനറി എന്താ പറയുക ഒരു ലൈഫ് സ്റ്റൈലാണ്. അതാണ് ഇന്നത്തെ ഓൾ സെലിബ്രിറ്റീസ്. അപ്പോൾ ഇവരുടെ കാറുകൾ ഓൾ ഫെറാറീസ് ആൻഡ് ബുഗാട്ടീസ് ആൻഡ് ഓൾ ഇങ്ങനത്തെ എല്ലാ കാറുകൾ കണ്ട് ഇതിലേതെങ്കിലും ഇവർക്ക് 10-100 കാറുകളൊക്കെ നമുക്ക് ഒരെണ്ണമെങ്കിലും കിട്ടിയാൽ നല്ലതാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. ഏത് 3-4 കോടി രൂപയുടെ കാറുകളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അവരുടെ ഡ്രസ്സുകൾ, അവരുടെ ഷൂസുകൾ, അവരുടെ പാൻറ്റുകൾ, അവരുടെ ഫോണുകൾ, ഇതെല്ലാം നമ്മളിങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൽ ഏതെങ്കിലും കുറച്ച് സാധനമൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമാകുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്.
ഇങ്ങനെയാണ് നമ്മുടെ പിള്ളേരൊക്കെ ഇന്ന് ഓടുകയല്ലേ. കേരളം വിട്ട് ഇങ്ങനെ പറക്കുകയാണ്. യൂറോയും പൗണ്ടൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെ കിട്ടുമെന്നുള്ള പോലെ. ഇതൊക്കെ അന്നേരം തൊട്ടിൽ കാട്ടിയ പഴം പോലെ ഇന്നും നമ്മുടെ പിള്ളേരെ മുമ്പിൽ കാട്ടിക്കൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്, അബ്രാഹം ലോത്തും പിരിയുമ്പോൾ അന്നുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ. ലോത്ത് നോക്കിയപ്പോൾ ഇങ്ങനെ ഏദൻ തോട്ടം പോലെ വിളഞ്ഞു നിൽക്കുകയാണ് ഒരു ദേശം മുഴുവൻ. അബ്രാഹം നിനക്ക് ഇഷ്ടമുള്ളിടത്തോളം അവൻ തിരഞ്ഞെടുത്തു. ഏതാ തിരഞ്ഞെടുത്തത്? അങ്ങനെ വിളഭൂയിഷ്ടമായ ഒരു സ്ഥലം അവൻ തിരഞ്ഞെടുക്കുകയാണ്. അതിനെക്കുറിച്ചൊന്ന് വായിച്ചു പോകുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഉൽപ്പത്തി പുസ്തകം 13-ാമത്തെ അധ്യായം 8 മുതലുള്ള വചനങ്ങളും. അബ്രാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. ഇതാ ദേശമെല്ലാം നിന്റെ കൺമുമ്പിലുണ്ടല്ലോ, എന്നെ പിരിഞ്ഞു പോവുക. ഇടതുഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലത്തേക്ക് പോയിക്കൊള്ളാം, വലതു ഭാഗമാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പോയിക്കൊള്ളാം. അബ്രാഹാം ദൈവത്തിൻ്റെ മകനാണ്. ഇന്നും ആ ദൈവത്തിൽ വിശ്വസിക്കണം. എന്ന് ഈ ലോകത്തിൻ്റെ ഭ്രമത്തിൻ്റെ പുറകെ നടക്കുന്നില്ല. ഓക്കെ, നമ്മൾ മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ അബ്രാഹത്തിന് ഒന്നിനും കുറവുണ്ടായിരുന്നില്ല, കാരണം ദൈവം അവനെ കൊണ്ട് വേണ്ടതെല്ലാം കൊടുത്തിരുന്നു. പക്ഷേ ഈ ലോകത്തിൻ്റെ വസ്തുക്കളും ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങളും അബ്രാഹത്തിനെ ഭ്രമിപ്പിച്ചിരുന്നില്ല. എന്നാൽ 10-ാമത്തെ വചനം, ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു. അത് കർത്താവിൻ്റെ തോട്ടം പോലെയും സോവാറിന് നേരെയുള്ള ഈജിപ്തിലെ മണ്ണ് പോലെയുമായിരുന്നു. കർത്താവ് സോദോം ഗൊമോറായും നശിപ്പിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയായിരുന്നു. ഇതാണ് പിന്നീട് സോദോം ഗൊമോറയായിട്ട് മാറിയൊരു സ്ഥലം. ഇന്നും നമ്മൾ ഈ ലോകത്തിൻ്റെ നമ്മുടെ മക്കളൊക്കെ എന്തിൻ്റെ പുറകെ ഓടുന്നതെന്ന് മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ വളരെ 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 ശ്രദ്ധയുള്ളവരായിരിക്കണം. അന്ന് സോവാറിലെ പോലെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ദേശം കണ്ട് ലോത്ത് അതിൻ്റെ പുറകെ പോയി. ആ ദേശമാണ് പിന്നീട് സോദോം ഗൊമോറയായിട്ട് അഗ്നികുണ്ഡത്തിൽ നശിച്ചു പോകുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇന്നും ഈ പ്രലോഭനം നമ്മുടെ മുമ്പിൽ. ഇതിൻ്റെ പ്രധാന കാരണം എന്താണ്? ധനമോഹം. ഓക്കെ, ദ്രവ്യാസക്തി. ഇന്ന് എത്രയോ മക്കളാണ് ദാരിദ്ര്യം, പട്ടിണി, കഷ്ടപ്പാടിൽ കിടക്കുകയാണ്. ഇതിനിടെ ചില ആൾക്കാരൊക്കെ എന്നോട് കമൻറ്റ് ചെയ്യുക, ചേട്ടൻ ഇങ്ങനെ സുഖത്തിൽ ജീവിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് ഞങ്ങളുടെ ദാരിദ്ര്യവും പട്ടിണിയും നിങ്ങൾക്ക് അറിയുന്നില്ല. ഞാൻ അത്ര സുഖത്തിൽ ജീവിക്കുന്ന ആളൊന്നുമല്ല. ഇന്നും സ്വന്തമായിട്ട് ഒരു സെൻറ്റ് ഭൂമിയില്ല, 1 ഗ്രാം സ്വർണമില്ല, ഒരു ഇൻഷുറൻസ് ഇല്ല, ഒരു രൂപ ഡെപ്പോസിറ്റ് ഇല്ല, ആധാർ കാർഡില്ല, പിന്നെന്താണ് വേണ്ടതെങ്കിൽ ലോകത്ത് ജോലിയില്ല, സ്വന്തമായിട്ടൊരു വീടില്ല. ഇപ്പോഴും ഒരു 10-ാമത്തെ വീട്ടിലാണ് ഞാൻ, 10-ാമത്തെ വാടക വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പം ഇങ്ങനെ ദേശീയമായിട്ട് നടക്കുന്നവനാണ്. അപ്പം അതുകൊണ്ട് ഇതൊന്നും എല്ലാം ഉള്ളവനാണെന്ന് വിചാരിക്കണ്ട. ഇതിനൊന്നും ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ എന്നാൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളുണ്ട്. നമുക്ക് ജീവിക്കാൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും കർത്താവ് തരും. അപ്പോൾ ഇതെല്ലാം ഉള്ളത് കൊണ്ടല്ല ഞാനിത് പ്രഘോഷിക്കുന്നതെന്ന് വിചാരിക്കരുത്. മനസ്സിലായില്ലേ? ഇത് സമൃദ്ധമായിട്ടുണ്ടാകണമെങ്കിൽ ഇതിനോടുള്ള ആസക്തി നമ്മൾ വിടണം. അല്ലാതെ നമുക്ക് സമ്പത്തുണ്ടാവത്തില്ല. അതുകൊണ്ട് പൗലോസ്ലീഹ അതിന് തൊട്ടുമുള്ള വചനത്തിൽ പറയണം, 1 തിമോത്തിയോസ് 6:6 പറയണം, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയ നേട്ടമാണ്. കാരണം നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുകയില്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയ നേട്ടമാണ്. ഇതാണ് ദൈവഭക്തിയുടെ ബേസ് എന്ന് പറയുന്നത്. ഏദൻ തോട്ടത്തിലെ ആദ്യ നാശത്തിലേക്ക് വന്നതിൻ്റെ കാരണം എന്താണ്? ഗ്രീഡ് എന്ന് പറയും. ഏറ്റവും വലിയ മാരകമായ പാപമാണ്. പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപ്പതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലും നിബന്ധിക്കുന്നു. എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് വിശ്വാസത്യാഗത്തിലേക്ക് മനുഷ്യർ പോകുന്നതിൻ്റെ കാരണം എന്താണ്? ഈ ധനമോഹമാണ്, ഈ പണം ഉണ്ടാക്കുക. ഇവിടെയാണ് പ്രിയമുള്ളവരെ നമ്മൾ എന്താണ് ദൈവഭക്തി എന്ന് മനസ്സിലാക്കുമ്പോൾ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയ നേട്ടമാണ്. നമ്മൾ ഈ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് ഉള്ളതിൻ്റെ മേൾ ഇനി എന്തുണ്ടാക്കാമെന്ന്, അപ്പം നമ്മളൊരു നെഗറ്റീവ് ചിന്ത ചിലപ്പോൾ നമുക്ക് തോന്നാം. അപ്പം നമ്മളാരും ഒന്നും പണിയെടുക്കണ്ട, നമ്മളാരും ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ ആദിവാസി കാട്ടുകൾ ജീവിക്കുന്ന മനുഷ്യരെ പോലെ ജീവിച്ചാൽ മതി. അതല്ല അതിൻ്റെ അർത്ഥം. നമുക്ക് വേണ്ടതല്ലധികവും ദൈവം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ സംതൃപ്തി കണ്ടെത്താൻ പറ്റണം. ഇതിൻ്റെ പേരാണ് ദൈവഭക്തി എന്നുള്ളത്. എന്നാൽ എനിക്കിത് പോരാ, പ്രത്യേകിച്ച്
ഇന്ന് എന്നെ ശ്രമിക്കുന്നു, സാമ്പത്തികമായ ഞെരുക്കത്തിലും പ്രയാസത്തിലും കഴിയുന്ന മക്കൾ നോക്കിക്കോ. നമ്മുടെ അടിസ്ഥാന പ്രശ്നം എന്താ? നമ്മുടെ വരവിനേക്കാൾ കൂടുതൽ ചെലവുണ്ട്. അപ്പോൾ നമ്മൾ ജീവിക്കണ്ടേ? ജീവിക്കണം, വരവനുസരിച്ച് ജീവിക്കുക. ഇതാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയ നേട്ടമാണെന്ന് പറയുന്നത്. ഈ ഉള്ളതിൽ നിന്ന് നീ സമ്പാദിക്കാൻ പഠിക്കണം. നിനക്ക് 1000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ 1200 രൂപ ചെലവാക്കുന്നതാണ് നമ്മുടെ പ്രശ്നം. നമ്മളേക്ക് നാളെയൊക്കെ ശരിയാക്കാം, അങ്ങനെ കിട്ടും, എനിക്ക് ആ പരിപാടി നടക്കും, ഈ പരിപാടി നടക്കും, ഇന്നിങ്ങനെ ജീവിക്കണ്ടേ? അങ്ങനെയല്ല. 1000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ മിനിമം ഒരു 600 രൂപ നീ മാറ്റി വെക്കണം. 400 രൂപയ്ക്കകത്ത് ജീവിക്കാൻ നീ പഠിക്കണം. എൻ്റെയൊക്കെ ആദ്യത്തെ ശമ്പളം 1200 രൂപയാണ്. 1200 രൂപയിൽ നിന്ന് 120 രൂപ ദശാംശം മാറ്റി വെക്കുമായിരുന്നു. അങ്ങനെ തുടങ്ങിയവനാണ്. 3-ാമത്തെ വർഷം ഈ ദശാംശം എന്നുള്ള 50% മാറ്റാൻ സാധിച്ചു. കാരണം അതിനനുസരിച്ചാണ് ജീവിക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചതും ഞാൻ ജീവിച്ചതൊക്കെ അന്നും ഇന്നൊക്കെ വളരെ സാധാരണ ലൈഫ് സ്റ്റൈലിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ജീവിക്കുക. ഇതിനാണ് ദൈവവിശ്വാസം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ മാറ്റി വെക്കണം. ദൈവത്തിൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള ആത്മരക്ഷയ്ക്ക് മാറ്റി വെക്കണം. പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി മാറ്റി വെക്കണം. ഇതിന് ശേഷമുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, അതിൻ്റെ അകത്ത് ജീവിക്കാനും അതിൻ്റെ അകത്തുനിന്ന് കർത്താവിൻ്റെ ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മാറ്റിവെക്കാനും പാവങ്ങളെ സഹായിക്കാൻ, മറ്റുള്ളവർ നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കാനുള്ള മാറ്റിവെച്ച് നമ്മൾ പരിശീലിച്ച് തുടങ്ങണം. അങ്ങനെ നിൻ്റെ ചെലവുകളെ ചുരുക്കണം. ഇതെല്ലാം മാറ്റിവെച്ച് ലോകത്ത് കാണുന്ന എല്ലാം നമുക്ക് സീസണും സെയിലും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എല്ലാ സെയിലിൻ്റെ പറയുക മനുഷ്യർ നമുക്ക് ലാഭമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒട്ടനെ മേടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ലാഭമായിട്ട് മേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കുറേ തിന്മയുടെ സ്വാധീനങ്ങളാണ്. അതാണ് ദ്രവ്യ ആസക്തി. ലോകത്തിലെ ഏറ്റവും വലിയ ആസക്തിയാണ്. ഇതിൽ നിന്ന് നീ മോചിക്കപ്പെടണം. ഇതിൽ നിന്ന് മോചിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിശാചുകളൊന്നും നിന്നെ പിടിക്കത്തില്ല. ഇന്ന് നമ്മൾ വലിയ ബന്ധന പ്രാർത്ഥന നടത്തുന്നുണ്ട്. ഈ ഊച്ചാളി പിശാചുകൾ നമ്മൾ വെച്ചോണ്ട്, ഈ ഊച്ചാളി പിശാചുകൾ വരുന്നത് എന്തുകൊണ്ടാണ്? നീ മൂത്ത പിശാചിനെ ഉള്ളി വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ബാക്കിയെല്ലാം നിൻ്റെ കൂടെ കടന്നു വരും. അപ്പോൾ ഇവനെ പുറത്താക്കി കഴിഞ്ഞാൽ നീ രക്ഷപ്പെട്ടു. ഇവനെ പുറത്താക്കാറ് ഇവൻ യേശുവിൻ്റെ ഉള്ളിൽ വരികയാണ്. നമ്മൾ ഈ ധ്യാനങ്ങളും പരിപാടി നടത്തിയിട്ട് എന്താണ്? നമ്മൾ ഈ ബഹിഷ്കരണ പ്രാർത്ഥന, ഈ പ്രാർത്ഥന എടുക്കുക. നമ്മൾ യേശുവിനെ ഉള്ളിൽ കൊണ്ടുവരുന്നില്ല. യേശു വരാത്തതിൻ്റെ കാരണം എന്താ? നമ്മുടെ ഉള്ളിൽ മാമോൻ ഇരിക്കുകയാണ്. നമ്മൾ ഇവനെയാണ് സേവിക്കുന്നത്. ഇവൻ താഴ്ന്നു പോകുന്നതിൻ്റെയും സമ്പത്ത് കുറഞ്ഞു പോയതിൻ്റെയും സമ്പത്തില്ലാത്തതിൻ്റെയും സമ്പത്ത് ലഭിക്കാത്തതിൻ്റെ എല്ലാ അസ്വസ്ഥതയും പേര് നടക്കുന്നവനാണ് നീ ക്രിസ്ത്യാൻ. യേശു എന്ന് വന്ന് യേശു 2-ാമത്തെ വരവേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യേശു വരുമ്പോൾ എത്ര പേർക്ക് യേശു പറയും എന്നെ അനുഗമിക്കുക. അന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു, അന്ന് മത്തായിനെയും യോഹന്നാനെയും പത്രോസിനെ അവരിങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അവരെല്ലാം വലയും വഞ്ചിയൊക്കെ ഇട്ടിങ്ങ് പോരുകയാണ്. ഇന്ന് എത്ര പേർക്ക് ക്രിസ്തുവിനെ അനുഗമിക്കാൻ പറ്റും? ഇന്നൊരു 90-95% മനുഷ്യർക്ക് ക്രിസ്തുവിനെ, യേശു ക്രിസ്തു സത്യത്തിൽ വന്ന് വിളിച്ചാൽ പോലും നമുക്ക് പോകാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയാം? നമുക്ക് വിദ്യാഭ്യാസ ലോൺ കഴിയുമ്പോൾ നമുക്ക് വീടിൻ്റെ ലോൺ കഴിയുമ്പോൾ കാറിൻ്റെ ലോൺ. എത്ര വർഷത്തേക്ക്? ഒരു 30-40 വർഷത്തേക്ക് ലോൺ ഇല്ലാത്ത ഏതെങ്കിലും ഒരുത്തനുണ്ടോ ഇവിടെ? നിനക്ക് ഏത് സുവിശേഷം കേൾക്കാൻ സാധിക്കും? നമ്മളിങ്ങനെ ധ്യാനം കൂടി നടക്കുകയാണ്. എന്താണ് എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കാത്ത? എന്താണ് ഇങ്ങനെ നടക്കുന്നത്? നമ്മളിങ്ങനെ ധ്യാനവും കലാപരമായിട്ട് നടക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളടുത്ത ലോൺ കിട്ടാൻ വേണ്ടി നടക്കുകയാണ്. ഇങ്ങനെ ഒരു അടിമത്തത്തിൽ കിടക്കുന്ന ഒരു ജനത. നിനക്ക് ഏത് സുവിശേഷം അനുസരിക്കാൻ, ഏത് യേശുവിനെ നിനക്ക് അനുഗമിക്കാൻ പറ്റും? യു കനോട്ട് ഫോളോ ജീസസ്. യു ആർ എ സ്ലേവ് ടു ദിസ് വേൾഡ് ആൻഡ് മണി. ഈ സമ്പത്തിനും ഈ ലോകത്തിനും അടിമപ്പെട്ട് കിടക്കുന്ന ഒരു തലമുറയാണത്. നമുക്ക് ഇതില്ലാണ്ട് ജീവിക്കാൻ പറ്റും. അങ്ങനെ നമ്മളിങ്ങനെ ലോൺ എടുത്തതിന് ക്രെഡിറ്റ് കാർഡ് ലോണ്, മറ്റേ ലോണ്, ആ ലോണ്, ഈ ലോൺ എടുത്തിരിക്കുന്ന നിനക്ക് ഏത് വചനം അനുസരിക്കാൻ പറ്റും? നിനക്ക് ഏത് യേശുവിനെ ഫോളോ ചെയ്യാൻ പറ്റും? ഈവൻ നമ്മുടെ സന്യാസ സമൂഹത്തിലുള്ളവർ പെട്ടുകിടക്കല്ലേ. നമ്മളൊക്കെ എന്തെല്ലാം പ്രസ്ഥാനങ്ങളുണ്ട് നടക്കുകയാണ്. യേശു വരാം, നീ എൻ്റെ പുറകെ വരാൻ പറ്റുമോ? ജപ്തി എടുക്കും. ഇന്ന് യേശു ക്രിസ്തു എങ്ങാനും വാനമേഖല ഏതെങ്കിലും സ്വർഗത്തിൽ പോവോ? കാരണം ഇവിടുന്ന് മേടിച്ച ലോണിൻ്റെ നീതിപൂർവമായ ലോൺ അടയ്ക്കണ്ടേ? ഇതെല്ലാം ലോൺ മേടിച്ച് വെച്ചിട്ട് നമ്മൾ വാനമേഘത്തിൽ പോയാൽ അങ്ങനെ ശരിയാകണം. 100 പേർ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ? യേശു ക്രിസ്തു വരുമ്പോൾ ഞങ്ങൾ റാപ്ചറാണ്. ഏത് സഭ റാപ്ചറാകും? നീ ഇവിടുന്ന് വാങ്ങിയ ലോൺ എവിടെ കൊണ്ട് അടയ്ക്കും? ആര് ബാക്കി ചെയ്യും? അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഞങ്ങളങ്ങ് മേളിലേക്ക് പോവാണ്. എല്ലാ സൗകര്യങ്ങളും വാങ്ങി, വണ്ടി വാങ്ങി, വീട് വാങ്ങി, പറമ്പ് വാങ്ങി, സ്വർണം വാങ്ങി, പിള്ളേരെ UK അയക്കാൻ ഫീസ് വാങ്ങി, ഇതെല്ലാം മേടിച്ച് കഴിഞ്ഞിട്ട് പറയും അല്ലേലുവേ പറയും യേശു വരുമ്പോൾ മേളിൽ പോകുമെന്ന് പറയും. ഏത് മേളിൽ പോകാനായിട്ടാണ്? ഇതിനാണ് ഈ ഉത്തിരിപ്പ് കടന്ന് പറഞ്ഞത്. ഇതിനാണ് ശുദ്ധീകരണ സ്ഥലം ഒരുക്കി വെച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ
അതുകൊണ്ട് പറഞ്ഞു വന്നതിൻ്റെ കാര്യം മനസ്സിലാക്കുക. നമ്മളൊക്കെ ഈ അടിമത്തത്തിൽ കിടക്കരുത് മക്കളെ. ഇനിയെങ്കിലും നീ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വരിക. നമ്മളൊക്കെ ഈ പണം കിട്ടാൻ വേണ്ടി, ഈ ലോകത്തിൻ്റെ സുഖം കിട്ടാൻ വേണ്ടി യേശുവിൻ്റെ പുറകെ നടക്കുകയും അത് പോകുമ്പോൾ അത് കൊടുക്കാനുള്ള ശുശ്രൂഷകളും അതിനുള്ള പ്രാർത്ഥനകളും അതിനുള്ള സംവിധാനങ്ങളും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അസ്വസ്ഥത തോന്നുന്നുണ്ട്, എനിക്കറിയാം. പറഞ്ഞിട്ട് കാര്യമില്ല. ഏതെങ്കിലും ഒരുത്തൻ ബുദ്ധിയുണ്ടെങ്കിൽ കേൾക്കും. അങ്ങനെ നിന്റെ ജീവിതത്തിൽ ഈ തകർച്ച അനുവദിച്ചത് യേശു തന്നെയാണ്. കാരണം നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിന്റെ നിത്യനാശം സംഭവിക്കും. നമ്മൾ ധൂർത്തപുത്രന്റെ കഥ കാണുന്നില്ലേ? അത്ര മനോഹരമായ കഥയാണ്. അവന് തവിട് പോലും കിട്ടാത്ത അവസ്ഥ കിട്ടിയപ്പോൾ ഉടനെ ദൈവം തമ്പുരാൻ ആളെ വിട്ടോ, വേലക്കാരെ വിട്ടിട്ട് അവന് തവിടും പിണ്ണാക്കും കൊടുത്തു വിട്ടോ, അല്ല കുറച്ച് ബിരിയാണി കൊടുത്തു വിട്ടോ? ഇല്ല. യു ഹാവ് ടു കം ബാക്ക്. നിന്റെ ആത്മരക്ഷ ഉറപ്പാക്കണം. നിനക്ക് വേണ്ടത് ദൈവം തരും. നിന്റെ പ്രശ്നങ്ങൾ ദൈവം പരിഹരിക്കും. അതിനുവേണ്ടി നീ അവിടെ ഇവിടെ ഓടി നടക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നീ യേശുവിലേക്ക് വരണം. യേശുവിനെ സ്വന്തമാക്കാൻ എവിടെ പോയാൽ കിട്ടും നീ ആലോചിക്കും. അല്ലാണ്ട് നിന്റെ കടം മാറാൻ എവിടെ പോയി നടക്കുന്നുണ്ട്, നിന്റെ ജോലി കിട്ടാൻ വേണ്ടി അവിടെ നഷ്ടപ്പെട്ട ജോലി കിട്ടാൻ വേണ്ടി എവിടെ പോയി നടക്കരുത്. യേശുവിനെ എവിടെ പോയാൽ കിട്ടും നോക്കുക. ആ സ്ഥലത്ത് ചെല്ലുക, അവിടെ യേശുവിനെ സ്വന്തമാക്കുക. യേശുവിനെ സ്വന്തമാക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. യേശുവിനെ സ്വന്തമാക്കണമെങ്കിൽ നിനക്ക് നിന്റെ കയ്യിലുള്ളതെല്ലാം നീ കൊടുത്തേ പറ്റൂ. നിന്റെ ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകളും മനോഭാവങ്ങളും ചിന്താഗതികളും പെരുമാറ്റങ്ങളും ആറ്റിറ്റ്യൂഡും മാറ്റണം. എന്തിനാണ്? നമ്മൾ ഈ ലോകത്തിൽ എന്തൊക്കെയോ നേടുവാനും സമ്പാദിക്കാൻ വേണ്ടി നടക്കുന്നവരാണ്. അപ്പൊ ഈ ധനമോഹം എന്ന അടിസ്ഥാന മൂല പാപം ഈ ഭീകരനായ പിശാചിനെ ഉള്ളിൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് പരിപാടി നടത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇവനെ ഒഴിവാക്കണം. അതുകൊണ്ട് മർക്കോസ് സുവിശേഷത്തിലെ 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ എല്ലാം കുടുംബത്തിലുള്ള പ്രശ്നം ഇതാണ്. നമ്മൾ ഇതിനെ പൂജിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് പറയണേ, എൻ്റെ മകളുടെ കല്യാണം നടക്കുന്നില്ല, അവന് ജോലി കിട്ടുന്നില്ല, അവന് സ്വഭാവം ശരിയാകുന്നില്ല, അവൻ്റെ കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ല. എന്ത് കാര്യം? ഇതിനെ പുറത്താക്കാതെ നമ്മുടെ ജീവിതത്തിൽ ദൈവകൃപ വരില്ല. സക്കേവൂസിന്റെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്. സക്കേവൂസൊക്കെ നമ്മളെ സംബന്ധിച്ച് വെറും വിഡ്ഢിയാണ്. സക്കേവൂസ്, 2 നാണയമിട്ട വിധവ, കുറെ കഥകൾ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് സഹോദരങ്ങൾ. ഇവരൊക്കെ പ്രത്യേകത എന്താ? ഇവരൊക്കെ സമ്പത്ത് ദൈവമായിരുന്നു. സക്കേവൂസ് ഇതുപോലെ സമ്പത്തിന് പുറകെ കിടന്നവനാണ്. അവനിതുപോലെ കിട്ടിയത് പോരാ, എന്തൊക്കെ കിട്ടാതെ. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ആരെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചു കൊടുക്കണം. ഇത് കൊടുക്കാതെയൊന്നും നമ്മൾ രക്ഷപ്പെടില്ല മക്കളെ. നീ എവിടെ പോയാലും നീ രക്ഷപ്പെടില്ല. നമ്മുടെ വിചാരം നമ്മളിങ്ങനെ കുറെ പ്രാർത്ഥനകളും കുറെ തിരിയും കത്തിച്ച് കുറെ പരിപാടി കഴിച്ച് നമ്മളൊക്കെ രക്ഷപ്പെടുന്നത്. അങ്ങനെയൊന്നും രക്ഷപ്പെടത്തില്ല. നീ ഈ മോഷ്ടിച്ചത്, ലോൺ എടുത്തത് ഇതെല്ലാം തിരിച്ചു കൊടുക്കണം. അതിനെന്ത് വേണം? ഇതിനോടുള്ള ആസക്തി നിർത്തണം. ഉള്ളത് കൊണ്ട് ചുരുങ്ങി ജീവിക്കാൻ പഠിക്കണം. ഞാനൊക്കെ 10 രൂപ പാലിന്, അത് 10-15 കൊല്ലം മിൽമ പാലിന് 10 രൂപയാണ്. ഈ 10 രൂപ ഇല്ലാത്ത ദിവസങ്ങളുണ്ട്. പിള്ളേർക്ക് പാല് മേടിക്കാൻ പറ്റില്ല. ഒരാളുടെ മുന്നിൽ കൈ നീട്ടത്തില്ല, ഒരാളുടെ ലോൺ എടുക്കത്തില്ല, കടം എടുക്കത്തില്ല. 10 രൂപയില്ലെങ്കിൽ 10 രൂപ ഇല്ല. ഇന്ന് പഴയ പാലിൻ്റെ പാത്രത്തിൽ വെള്ളം കലക്കി കൊടുക്കുക, അത്രേ ഉള്ളൂ. പക്ഷെ നാളെ എൻ്റെ കർത്താവ് തരും. ദൈവത്തിൽ ശരണപ്പെടാൻ പഠിക്കണം. നമ്മളിങ്ങനെ ലോണ് എടുത്ത് പഠന ലോൺ കഴിയുമ്പോൾ നമുക്ക് പിന്നെ അടുത്ത വീടിൻ്റെ ലോണ് ഇങ്ങനെ ഇരിക്കുന്ന നിനക്ക് ഏത് സ്വർഗരാജ്യത്തിൽ പോകാൻ, ഏത് യേശു ക്രിസ്തുവിനെ അടുത്തെത്താൻ സാധിക്കും? എല്ലാം പണിക്കെണിപ്പെട്ട് കിടക്കല്ലേ. ഇതിൻ്റെ അകത്ത് സുവിശേഷ പ്രഘോഷകരും പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ലോണൊക്കെ നമ്മൾ ഉപേക്ഷിക്കുക. ലോണൊക്കെ നമുക്ക് സമ്പത്ത് വരുന്നതനുസരിച്ച് കാത്തിരിക്കുക. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഞാൻ 10-ാമത്തെ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എന്തിനാണ്? ലോൺ എടുത്ത് മേടിക്കുക. ലോൺ എടുത്ത് വെച്ചിട്ട് നമ്മൾ ലോൺ അടയ്ക്കാൻ നടക്കണം. നമുക്ക് ക്രിസ്തുവിൻ്റെ പുറകെ നടക്കാൻ പറ്റത്തില്ല, സുവിശേഷം പ്രസംഗിക്കാൻ പറ്റത്തില്ല. പിന്നെ സുവിശേഷ വേല ലോൺ അടയ്ക്കാനുള്ള പരിപാടി ഉണ്ടാക്കാനുള്ള പരിപാടിയായിട്ട് മാറേണ്ടി വരും. അപ്പം അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ ബന്ധനം വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. ഈ വരുന്ന 2-3 ദിവസങ്ങളിൽ ആഴ്ച ഇതിനെക്കുറിച്ചാണ് പറയും. ഇതിൻ്റെ അടിമത്തിൽ കിടക്കുന്ന മക്കളെ നീ വിമോചിക്കപ്പെടണം. ഈ വലിയ ദുരന്തത്തിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുക, കടബാധ്യതകളിലേക്ക്, വലിയ നഷ്ടത്തിലേക്ക്. അമേരിക്കയ്ക്ക് ഏതാണ്ട് $75 ട്രില്യൺ അമേരിക്കയുടെ കടബാധ. ഇങ്ങനെ ലാവിഷായിട്ട് ജീവിക്കുകയല്ലേ. ലോകത്തിലെല്ലാം വേൾഡ് ബാങ്ക് എല്ലാത്തിനും പൈസ എടുത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും വലിയ ബാധ്യതയിൽ ജീവിക്കുന്ന നിന്റെ കുടുംബത്തിലും ബാധ്യതയുണ്ട്. രക്ഷിക്കാൻ കർത്താവ് തയ്യാറാണ്. അവൻ കുരിശിൽ ദരിദ്രനായി തീർന്നു. എന്തിനാണ്? നിന്നെ സമ്പന്നനാക്കാൻ വേണ്ടി. എന്ത് സമ്പത്താണ്? ആത്മീയ സമ്പത്ത്. ഓക്കെ, നമ്മൾ ആത്മീയമായിട്ട് വളർന്നു കഴിയുമ്പോൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ദൈവം കൂട്ടിച്ചേർത്ത് തരും. അപ്പം അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, പൗലോസ് പറയാണ്, എന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെ അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ വ്യതിചലിച്ചു പോകാൻ ഒട്ടേറെ വ്യഥകളാൽ
തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. ഇന്ന് നീ അനുഭവിക്കുന്ന വേദനകൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങളെല്ലാം കാരണം എന്താണ്? ഈ ദ്രവ്യാസക്തി, മാമോൻ എന്ന് പറയുന്ന ഈ പിശാചാണ്. അവനെ സേവിച്ചിട്ട് നിനക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. അവൻ ഈ പറഞ്ഞതുപോലെ എന്നും ഏതെൻ തോട്ടത്തിൽ പഴം കാട്ട് മാത്രമേ ഉള്ളൂ, നിനക്കൊരിക്കലും സാധനം കിട്ടത്തില്ല. ലോത്തിന് ഇത് കാണിച്ചു കൊടുത്തു. സോവാറ് പോലെ നല്ല വെട്ടിത്തിളങ്ങുന്ന ഏതെൻ തോട്ടം പോലെയുള്ള തലവാണെന്ന് തോന്നും, പക്ഷേ അത് നശിക്കാനുള്ള സാധനമാണ്, അതൊരിക്കലും കിട്ടത്തില്ല. അപ്പോൾ ഈ ദ്രവ്യ ആസക്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ പണം എപ്പോഴും എങ്ങനെയാ വെച്ചാൽ നമ്മളെ ആദ്യം ഇത് നമ്മളെ ഭരിക്കാൻ തുടങ്ങും. നമ്മൾ ഇതിൻ്റെ പുറകെ നടക്കുന്നതനുസരിച്ച് നമ്മളെ ഭരിക്കും. ഇത് ഭരിക്കുന്നതനുസരിച്ച് ഇത് നമ്മളെ ദൈവത്തിൽ നകറ്റും. ഇത് ദൈവത്തിൽ നകറ്റിയതിന് ശേഷം ഇത് നമ്മളെ വിട്ടുപോകും. ഇതാണ് അതിൻ്റെ പ്രത്യേകത. അങ്ങനെ നീ നിരാശനും ദുഃഖിതനും നശിച്ചവനുമായി തീരുകയാണ്. ദിസ് ഈസ് വാട്ട് ദ ഈവിൾ വൺ ഡസ്. ഇതാണ് പിശാച്, ദ്രവ്യാസക്തി എന്ന മാമോൻ എന്ന സാത്താൻ, ആ പിശാച്, ആ രൂപി നിൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നത് അങ്ങനെയാണ്. ആദ്യം അത് നിന്നെ മയക്കും, ഇതിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും കാണിച്ചു തരാൻ അതിലേക്ക് നിന്നെ അട്രാക്റ്റഡ് ആക്കും. അങ്ങനെ അത്യാഗ്രഹം, ഏതെൻ തോട്ടത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും നിറഞ്ഞിരുന്നതാണ് ആദവും ഹവ്വയും. അവർക്ക് അതിൻ്റെ അപ്പുറത്തുള്ള സാധനങ്ങൾ കിട്ടണം. കണ്ണിന് ഇമ്പമുണ്ടായിരുന്നു ആ പഴം, സ്വാദേറിയതായിരുന്നു, അറിവേകുന്നതായിരുന്നു. അപ്പം ഇങ്ങനെ നമ്മുടെ സ്വാഭാവികമായ രീതിക്ക് അപ്പുറത്തുള്ള കാര്യങ്ങൾ അനുഭവിക്കാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു പ്രലോഭനം ഇന്നും നടന്നുണ്ട്, അന്നുമുണ്ട് ഇന്നുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറകെ പോകുന്നതിനെല്ലാം കെണിയിൽപ്പെടുകയാണ്. ഇതിൻ്റെ പുറകെ പോകുമ്പോൾ ഇത് നിന്നെ ഭരിക്കാൻ തുടങ്ങും. ഇതാണ് കർത്താവ് നമ്മൾ പറഞ്ഞത്, നിന്റെ ദൈവമായ കർത്താവിനെ അല്ലാതെ വേറെ ആരെയും നീ ആരാധിക്കരുത്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കണം. വേറെ ഒന്നും നിന്റെ ഹൃദയത്തിൽ വരരുത്. അപ്പോൾ കയറി വരുന്നൊരു സാധനമാണ് നമുക്ക് സ്വാഭാവികമായിട്ട് ജീവിക്കണ്ടേ, ഇല്ലേ? നമ്മളെങ്ങനെ ജീവിക്കും? എൻ്റെ ഈ വരുമാനം വെച്ച് ഞാനെങ്ങനെ ജീവിക്കും? നിന്റെ വരുമാനം കൊണ്ടല്ല ജീവിക്കുന്നത്. വരുമാനം നിനക്ക് ചെയ്യുന്ന പണിക്കുള്ളത് തരിക. നിനക്ക് വേണ്ടത് പ്രൊവൈഡ് ചെയ്യാൻ ദൈവത്തിന് സാധിക്കും. മരുഭൂമിയിൽ ഒരു വരുമാനവും ഇല്ലാതെ, ഒരു തൊഴിലും ഇല്ലാതെ 40 വർഷം ഒരു ജനത്തിനെ തീറ്റിപ്പോറ്റിയൊരു ദൈവത്തിൻ്റെ കഥ നിനക്ക് അറിഞ്ഞുകൂടെ? സറേഫത്തിലൊരു വിധവയുടെ കഥ കേട്ടിട്ടില്ലേ? അവൾ ഏലിയ പ്രവാചകന്റെ കാലത്ത് വലിയ വരൾച്ചയുടെ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ അവസാനം ഒരു അപ്പം ഉണ്ടാക്കി തനിക്ക് കുഞ്ഞിനും അതിൻ്റെ കുഞ്ഞിനും ഒരു അപ്പം ഉണ്ടാക്കി ജീവിക്കാൻ മാത്രമേ ഒരു 2 അപ്പത്തിനുള്ള മാവ് മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ഏലിയ പ്രവാചകൻ കടന്നു വരുന്നത്. ഏലിയ പറയും, എനിക്ക് ആദ്യം ഒരു അപ്പം അതിൻ്റെ അകത്ത് ഉണ്ടാക്കി തരാം. അവർ പറയും, അതിനുള്ള വകുപ്പില്ല, നീ ആദ്യം അത് ചെയ്യ് എന്ന് പറഞ്ഞാൽ അവൻ അനുസരിച്ചു. പിന്നീട് എന്താ വചനം പറയുന്നത്? അവളുടെ മാവ് കുഴയ്ക്കുന്ന കലം ഒരിക്കലും മുറ്റിപ്പോയിട്ടില്ല. ദൈവം പ്രൊവൈഡ് ചെയ്യും. നമ്മൾ അധ്വാനിക്കുന്നത് പണമുണ്ടാക്കാനല്ല, നമ്മൾ അധ്വാനിക്കുന്നത് മറ്റുള്ളൊരു ആത്മരക്ഷയ്ക്ക് വേണ്ടി, ദൈവത്തിൻ്റെ മഹത്വത്തിന് നീ അധ്വാനിക്കുക. നിനക്ക് പ്രതിഫലം തരുന്നത് സ്വർഗമാണ്. നിനക്ക് വേണ്ടത് നീ ദൈവത്തിൻ്റെ സത്യവും നീതിയും കരുണയും അനുസരിച്ച് അവരൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നീ പണിയെടുത്തോ, നീ പഠിച്ചോ, നീ അധ്വാനിച്ചോ, നിനക്ക് വേണ്ടത് ദൈവം പ്രൊവൈഡ് ചെയ്തിരിക്കും. നമുക്ക് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ കാണുന്നില്ലേ? ദാനിയേൽ ഇതുപോലെ ജീവിച്ചിരുന്നതാണ്. അവനെ ചതിച്ച് സിംഹക്കുഴിയിലിട്ടു. അന്ന് രാവിലെ വിശക്കുന്ന ദൈവം ഹബക്കുക്ക് എന്ന പ്രവാചകൻ്റെ മുടിക്ക് പിടിച്ച് രാവിലെ വയലിൽ പോകുന്നതിൻ്റെ ഭക്ഷണം പാത്രം ദാനിയേലിന് കൊണ്ടേ കൊടുക്കുകയാണ്. ഇന്ന് നമുക്ക് വേണ്ടത് പ്രൊവൈഡ് ചെയ്യാൻ ദൈവത്തിന് സാധിക്കും. നമ്മൾ ഈ ലോകത്തിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയല്ല അധ്വാനിക്കണം, നമ്മുടെ അധ്വാനം നിത്യജീവന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ ഷിഫ്റ്റിലേക്ക് നമ്മൾ വരണം. ഓക്കെ, ഇനിയും പണത്തിൻ്റെ പുറകെ ഓടി നടക്കരുത്. ഇതിനെക്കുറിച്ച് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ പറയുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ഒരു മാരകമായ ബന്ധനം, ഇന്ന് ഒരു 95% ക്രിസ്ത്യാനികൾ ഈ ബന്ധനത്തിലാണ്. നമ്മൾ ലോൺ അടിക്കാൻ 40 വർഷത്തെ ലോൺ അടയ്ക്കാൻ വേണ്ടിയാണ് ജീവിക്കുന്നത്. നിനക്ക് എങ്ങനെ ക്രിസ്തുവിൻ്റെ പുറകെ പോകാൻ പറ്റും? ഇന്ന് യേശു ക്രിസ്തു വെറുതെ നമുക്ക് എന്നെ ഫോളോ ചെയ്യാൻ പറഞ്ഞ് ആർക്ക് പോകാൻ പറ്റും? ഒരുത്തരം പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിലൊന്നും സുവിശേഷ പ്രഘോഷകരില്ല. കാരണം എവരിബഡി ഈസ് സ്റ്റക്ക് വിത്ത് ദ ലോൺ. എല്ലാവരും ജീവിത വ്യഗ്രത, സുഖലോലുപത. നമ്മളെന്ത് 4 കാഴ്ചയിട്ട് 2 ബെഡ്റൂമുള്ള 3ാമത്തെ 4ാമത്തെ ബെഡ്റൂം ഉണ്ടാക്കാൻ വേണ്ടി ലോൺ എടുക്കുന്നത്. മാരുതി കാറുള്ളവൻ ഇന്നോവ എടുക്കാൻ വേണ്ടി ലോൺ എടുക്കുന്നത്. ഇങ്ങനെ എല്ലാവരും നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. എടുത്തിട്ട് ഏതൊരുവന് യേശുവിനെ അനുഗമിക്കാൻ പറ്റും? ലോണില്ലാത്ത ഒരുത്തനുണ്ടോ ലോകത്തിൽ? അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇതെടുത്ത് മുടിഞ്ഞിരിക്കുന്നവനാണോ ഒരു തീരുമാനമെടുക്കുക. ഇനി മേലിൽ 1 രൂപ ഞാൻ ലോൺ എടുക്കില്ല, എനിക്കെൻ്റെ ദൈവം തരും എന്ന് വിശ്വസിക്കാൻ സാധിക്കണം. അങ്ങനെ ജീവിക്കണം. ഇന്ന് വരെ ജീവിക്കാൻ വേണ്ടി ലോൺ എടുത്തിട്ടില്ല ഞാൻ. എനിക്കൊരാളോട് കടബാധ്യതയില്ല, ഒരാൾക്കൊന്നും കൊടുക്കണ്ടല്ലോ, ഒരു ബാങ്കിനോടില്ല. എപ്പോൾ യേശു വിളിച്ചാലും, ഏത് സുവിശേഷ വേലയ്ക്ക് വിളിച്ചാലും, ഏത് രാജ്യത്ത് പോകാനും എവിടെ പോകാനും ഞാൻ സ്വതന്ത്രനാണ്.
ഈ സ്വാതന്ത്ര്യത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. നമ്മുടെ സമ്പത്ത് ദൈവമായിരിക്കണം. ഇനിയൊരു സമ്പത്തുണ്ട്. കർത്താവിന് വേണ്ടി നമ്മൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി, യേശുവിന് വേണ്ടി നമ്മുടെ സമ്പത്ത് കൊടുക്കുമ്പോൾ 100 ഇരട്ടിയെ തിരിച്ചിരുന്നൊരു പരിപാടിയുണ്ട്. അതെന്താണെന്ന് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഈ ബന്ധനത്തിൽ നിന്ന് ഊരാനായിട്ട് പരിശ്രമിക്കുക. നമ്മുടെ ചിന്താഗതികൾ മാറ്റുക. ആദ്യം തന്നെ വരുമാനത്തിൽ നിന്ന് നിനക്ക് 1000 രൂപയുള്ളെങ്കിൽ ഒരു 100 രൂപ 200 രൂപ 200 രൂപയൊന്നും പോരാ. മിനിമം 20% യു നീഡ് ടു സേവ്. 20% മിനിമം നീ മാറ്റി വെക്കണം. അതനുസരിച്ച് ചെലവ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഉള്ള അവസ്ഥയെ സ്വീകരിക്കുക. ഇന്ന് കടമായിരിക്കാം, ബാധ്യതയായിരിക്കാം, ശരിയാണ്. അതിൽ ജീവിക്കാൻ തയ്യാറാവുക. പൊട്ടക്കിണറ്റ് ചിലപ്പോൾ കർത്താവിടും. പൊട്ടക്കിണറ്റ് രക്ഷപ്പെടാൻ വേണ്ടി അടുത്ത പ്രാർത്ഥനാ യോഗത്തിന് പോകരുത്. പൊട്ടക്കിണറ്റ് കിടന്നുകൊണ്ട് ദൈവം ഇട്ടതാണ്. അവിടെ നിന്ന് ദൈവം ഉയർത്തുന്നത് വരെ അവിടെ ഇരിക്കുക. ചിലപ്പോൾ നീ അഗ്നികുണ്ഡത്തിനകത്ത് തന്നെ ഇടും കർത്താവ്. അവിടെ കിടന്ന് കർത്താവിനെ സ്തുതിക്കുക. നിന്നെ വിശുദ്ധീകരിക്കാനുള്ളതാണ്. ചിലപ്പോൾ നിന്നെ കാരാഗ്രഹത്തിലിടും, ചിലപ്പോൾ നിന്നെ സിംഹക്കുഴിയിലിടും. ഇതൊക്കെ ദൈവം ഇടുന്നത് തന്നെയാണ്. ചിലപ്പോൾ നിന്നെ മരുഭൂമിയിലൂടെ നടത്തും. ആ ദൈവമാണ് നടത്തുന്നത്. എന്തിനാണ്? നമ്മുടെ മുൻപിലൊക്കെ ഒരു ജനത്തെ ദൈവം വഴി നടത്തുന്നുണ്ട്. ആ ജനത്തിനെ പഠിച്ചാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. എന്തുകൊണ്ട് അവരുടെ ജീവിതത്തിലൊക്കെ സംഭവിച്ചു. ഇത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി, ഒരു പാഠമാകാൻ വേണ്ടി ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ പറയാണ് നിയമാവർത്തന പുസ്തകം 8-ാമത്തെ അധ്യായം 2-ാമത്തെ വചനം. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തൻ്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഈ 40 സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴികളെല്ലാം നിങ്ങൾ ഓർക്കണം. അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കന്മാർക്ക് അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. അപ്പോൾ ഇസ്രായേൽ ജനത്തിന് തേനും പാലും ഒരു ദേശം കൊടുത്തിട്ട് നേരെ ദൈവം കൊണ്ട് കൊണ്ടുപോയില്ല. കാരണം എന്തിനാ? നമ്മളെ എളിമപ്പെടുത്താനും. നീ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നുണ്ടോ? നീ ഇപ്പോഴും ലോകത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിച്ചിട്ട് ദൈവമേ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല മോനെ. അതുകൊണ്ട് നമ്മൾ ഈ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരാം. നമ്മൾ എളിമപ്പെടണം. നമ്മൾ ഈ അത്യാഗ്രഹവും അഹങ്കാരമൊക്കെ വിട്ട് ഒന്ന് എളിമപ്പെടുക. അങ്ങനെ എളിമപ്പെട്ട് വന്നൊരു ജനത്തിന് കർത്താവ് തേനും പാലുള്ള ദേശം കൊടുത്തിട്ടുണ്ട്. അത് നിനക്ക് നാളെ തരും. അങ്ങനെ നമ്മൾ ദൈവത്തിലേക്ക് വരാ, ദൈവത്തിൻ്റെ വഴിയിലേക്ക് വരാ. അത് വരുന്നത് വരെ കർത്താവ് നിന്നെ മരുഭൂമിയിൽ തന്നെ ഇടുകയുള്ളൂ. കർത്താവ് നിന്നെ പൊട്ടക്കിണറ്റിടുന്നത് എന്തിനാ? പൊട്ടക്കിണറ്റ് സുഖമുള്ള സ്ഥലമല്ല, പക്ഷേ പൊട്ടക്കിണറ്റ് നിന്റെ വിശുദ്ധീകരണത്തിനുള്ളതാണ്. അവിടെ ദൈവത്തിൻ്റെ പരിപാലനയുടെ ദിവസം വരെ നീ കാത്തിരിക്കണം. ദൈവം എന്നെ ഉയർത്തണം. ഞാൻ ആരെങ്കിലും പുറമെ ലോൺ എടുത്ത് ആരെങ്കിലും കടം വാങ്ങി ആരെ പറ്റിച്ചിട്ട് ഇത് രക്ഷപ്പെടുകയല്ല. നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അതിന് രക്ഷപ്പെടാനുള്ള വഴി എന്താ? നീ ആയിരിക്കുക, ഒരു തീരുമാനമെടുക്കുക. ഉള്ള വരുമാനത്തിലേക്ക് ചെലവുകളെ ചുരുക്കണം. ചെലവതനുസരിച്ച് ചുരുക്കിയേ പറ്റൂ. അപ്പം ഈ പിശാചിനെ പുറത്താക്കണം. മാമോൻ ഇവനെ പുറത്താക്കി കഴിഞ്ഞാൽ നിന്റെ ഉള്ള ബാക്കി എല്ലാ പിശാചുകളും പുറത്താവും. കാരണം ഇതിൻ്റെ ചേർന്ന് നിൽക്കുന്നതാണ് ബാക്കിയെല്ലാം. പൗലോസ്ലീഹ പറയുന്നത് ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളും എല്ലാ പിശാചുകളും കടന്നു വരുന്ന വഴി ഏതാണ്? ഇത് നിന്റെ ജീവിതത്തിലുണ്ടോ? ബാക്കിയെല്ലാം കൂടെ വന്നിരിക്കും. ഇന്ന് നമ്മൾ ബാക്കിയുള്ള ചിമിട്ടിനെ എല്ലാം പുറത്താക്കാൻ നടക്കുകയാണ്. അതിന് പുറകെ എന്നെല്ലാം പുറത്താക്കണ്ടേ? ഇവനെ ആദ്യം പുറത്താക്കണം. യേശു ക്രിസ്തുവിനെ നിന്റെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കണം. യേശുവായിരിക്കണം നിന്റെ സമ്പത്ത്. യേശുവിൻ്റെ വചനം അനുസരിക്കുന്നത് മാത്രം അനുസരിച്ച് സമ്പത്ത് സമ്പാദിക്കാൻ പാടുള്ളൂ. സത്യം, നീതി, കരുണ, ഇത് മൂന്നുമായിരിക്കണം നിന്റെ സമ്പത്തിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കേണ്ടത്. ഇതിൽ നിന്ന് മാറിയിട്ടൊരു സമ്പത്ത് ഉണ്ടാകാൻ പരിശ്രമിക്കരുത്. അതുണ്ടാകുന്ന എല്ലാ സാമ്പത്തിക സംവിധാനങ്ങളും നീ ഉപേക്ഷിക്കാൻ തയ്യാറാവണം. ഉപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കർത്താവിനടുത്ത് മാറ്റിയിട്ടുണ്ട് അല്ലേ? നമ്മളൊന്നും ഉപേക്ഷിക്കാനത്, അതൊക്കെ ഉപേക്ഷിക്കാനായിട്ടുള്ള വഴിയാണ് കർത്താവ് പറയുന്നത്. ആ വഴി ശരിയല്ല, ആ ബിസിനസ് ശരിയല്ല, ആ ജോലി ശരിയല്ല. അപ്പം ഇങ്ങനെ നമ്മൾ ഒരു മാനസാന്തര ജീവിതത്തിലേക്ക്, ദൈവത്തിൻ്റെ വചനത്തിലേക്കും ദൈവത്തിലേക്കും വരണം. നിത്യജീവനെ മുറുകെ പിടിക്കുക. വചനം പറയുന്നത് പോലെ വിശ്വാസത്തിന് നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. അപ്പോൾ നിനക്ക് വേണ്ടത് കർത്താവ് പ്രൊവൈഡ് ചെയ്തിരിക്കും. അവൻ ഇന്നും പ്രൊവൈഡ് ചെയ്യും. മരുഭൂമിയിൽ 40 വർഷം ആ ജനത്തിന് കൊടുത്ത മന്ന കൊടുത്ത് തീറ്റിപ്പോറ്റിയാണ്. അവർ ഓരോരുത്തർക്കും അവരുടെ സ്വാദിനനുസരിച്ച് മന്നയുടെ രൂപവും ഭാവവും മാറിയിരുന്നവരാണ്. അത്രമാത്രം സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്. 5 അപ്പം 5000 പേർക്ക് കൊടുത്തൊരു ദൈവം. ഒരു വലയെറിഞ്ഞപ്പോൾ 153 മത്സ്യത്തെ കൊടുത്ത ദൈവം. 6 ബാരൽ വീഞ്ഞു കൊടുത്തൊരു ദൈവം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ അവൻ പറയുന്നത് അനുസരിക്കണം. അവൻ പറയുന്നതനുസരിച്ച് ജീവിക്കണം. അതുകൊണ്ട് മക്കളെ, കാലഘട്ടങ്ങൾ മനസാന്തരത്തിലേക്ക് വരിക. കർത്താവിനെ കാത്തിരിക്കുന്നു. നമ്മുടെ ഈ വലിയ പിശാചിൻ്റെ അടിമത്തത്തിന് വരിക. കർത്താവിൻ്റെ പണിക്ക് നമ്മൾ ഇറങ്ങണം. ഓക്കെ, അതുകൊണ്ട് ഈ കെണിയിൽ നിന്ന് ഊരണം.
അനേകം മക്കൾ കെണിയിൽപ്പെട്ട് കിടക്കാണ്. കർത്താവ് നമ്മളെ വിമോചിപ്പിക്കട്ടെ. സ്വർഗം വാഗ്ദാനം സ്വാതന്ത്ര്യത്തിലേക്ക്, സൗഭാഗ്യത്തിലേക്ക്, എല്ലാ സന്തോഷത്തിലേക്ക് നമ്മൾ കടന്നു വരും. യേശുവിലേക്ക് നമ്മൾ കടന്നു വരണം. ഓക്കെ, കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.